ഫസ്റ്റ് ട്രൈയിങ്. ഹായ് ബേബീസ്, ഫസ്റ്റ് ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് സിയ കാര്യമായിട്ട് കഴിക്കുന്ന എന്താ അറിയാം, പാനിപൂരി. അതും വീട്ടിലുണ്ടാക്കിയ പാനിപൂരിയാണ് കേട്ടോ. പുറത്തിറങ്ങിയ അവൾക്ക് ആദ്യം പാനിപൂരി, അങ്ങനത്തെ വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടണം. അപ്പോൾ എന്നും നല്ലതല്ലല്ലോ പുറത്തത്തെ ഇങ്ങനത്തെ സാധനങ്ങൾ, സ്ട്രീറ്റ് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കണം. അപ്പം ഞാൻ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പൂരി കടയിൽ നിങ്ങൾ വാങ്ങിച്ചോളി, പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പം അതിലേക്ക് 3 തരം കൂട്ടുകളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ആദ്യം ചപ്പ് പൊതീനൻ്റെ വെള്ളമാണ് ഈ ഉണ്ടാക്കുന്നത് കേട്ടോ. ചപ്പ് പൊതീന, ഇഞ്ചി, പച്ചമുളക്, ഉപ്പിട്ടിട്ട് നല്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്യില്ല, നല്ല പേസ്റ്റ് രൂപത്തിൽ അരയണേ, നല്ല അരച്ചോളി. അല്ലെങ്കിൽ അരിക്കണം കേട്ടോ, വെള്ളം പോലെ ആവണം. കുറച്ചുണ്ടാക്കിയാൽ മതി. എന്നിട്ട് അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പൊട്ടുകടല ഉണ്ടായിന അതും ഇട്ടെടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും. ഇനി അടുത്ത പാനിയാണ് ഈ ഉണ്ടാക്കുന്നത്. പുളി കുതിർത്ത് വെച്ച പുളി നല്ലോണം പിഴിഞ്ഞിട്ട് പൾപ്പ് രൂപത്തിലുള്ള എടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, അത് കുഴമ്പ് രൂപത്തിലാണ് ഇത് വേണ്ടത്. അതിലേക്ക് ചക്കര അരിഞ്ഞിടുക, അലിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഉപ്പും മുളകും പൊടി, കാശ്മീരി മുളകാണെങ്കിൽ കൂടുതൽ എരിവ് ഉണ്ടാവില്ല, അതിട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കൂട്ടുണ്ടാക്കി വെച്ച് ഈ മൂന്നാമത്താണ് ഈ പറയാൻ പോണത്. ഞങ്ങളിവിടെ 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റിന് അത് മതിയാവും. അങ്ങനെ ഉപ്പിട്ടിട്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ച് വെച്ച്. ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചാലും അതും മതിയാവും കേട്ടോ. കാരണം ഒക്കെ ഹോം മെയ്ഡല്ലേ ഉണ്ടാക്കണേ. അങ്ങനെ നല്ല ഉടക്കാൻ പറ്റിയ ഉരുളൻകിഴങ്ങാണെങ്കിൽ കുത്തി ഉടക്കട്ടാ. ഇത് കുറച്ച് ഉടക്കാൻ പറ്റിയില്ല, അതാണ് ഞാൻ സ്പൂണിട്ട് കുറച്ച് പണിയെടുത്ത്. അങ്ങനെ നല്ല ചെറുതാക്കി അരിഞ്ഞ ഉള്ളി ഇട്ട്, ചപ്പ് പൊതീനിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഉപ്പിട്ട്, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട്, ഗരം മസാല ഇട്ടുകൊടുത്ത്, കുറച്ച് മുളകും പൊടി ഇട്ടുകൊടുത്ത്, കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുത്ത്, പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാൻ ഞങ്ങളവിടെ ഇല്ലായിരുന്നു, അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ ഇട്ടെടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ഈ പൂരി. ഇത് പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, പിന്നെ പൂരിയായിട്ടും കിട്ടും. പക്ഷേ അത് വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കണം കേട്ടോ. പക്ഷേ നമ്മളിവിടെ കാര്യം സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്ത് വാങ്ങിച്ച്. അങ്ങനെ ആദ്യം ഒന്ന് മേലെ പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഉരുളങ്കിഴങ്ങിൻ്റെ ആ കൂട്ടില്ലേ അത് ഇട്ടെടുത്തിട്ട് പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ചപ്പിൻ്റെ ആ വെള്ളം ഇല്ല അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ട്രൈ ചെയ്യാന്നെ, പിന്നെ പറയണ്ടല്ലോ. അവള് പറഞ്ഞ് കിഡാണ് കേട്ടോ, ആസ്വദിച്ച് കഴിക്കണം മറ്റാള്. ഇത് എന്നൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ ഇത് വെറൈറ്റിയാണ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് മിച്ചറൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ടെടുക്കുകയൊക്കെ ചെയ്യട്ടോ. പക്ഷെ ഞാനൊന്നും അത് ഇട്ടുകൊടുത്തിട്ടില്ല. എന്തിനാണ് വെറുതെ അതൊക്കെ വേസ്റ്റ് ആക്കണം. ഇങ്ങനെ തന്നെ കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. പാനിപൂരി ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ വീഡിയോൻ്റെ കമൻറ്റിൽ വന്നിരുന്നു ശംഖുപുഷ്പം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ശംഖുപുഷ്പം വെള്ളയും നീലയും കാണിക്കുന്നത് അത് ഒറിജിനൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് യൂസ് ചെയ്യുന്നത് ഞങ്ങൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണ്ടവർക്ക് കമൻറ്റ് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യാൻ. ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ്, പിയേഴ്സ് പോലത്തെ സ്മെല്ലുള്ള സോപ്പുകൾ, ആര്യവേപ്പ്, മഞ്ഞൾ, ബീട്രൂട്ട്, കറ്റാർവാഴ, ചാർക്കോള്, ക്യാരറ്റ്, ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തലയിൽ തേക്കാനും മുഖത്ത് തേക്കാനും നല്ല കിടിലൻ സോപ്പുകളാണ്. അപ്പോൾ വേണ്ടവർ കമൻറ്റ് ചെയ്യുക.